So last class we have discussed about the Nyquist criteria for zero ISI. Nyquist criteria for zero ISI. So ഇത് കാണിച്ചിരിക്കുന്ന ടൈം ഡൊമെയിൻ ക്രൈറ്റീരിയ ആണ്. And next slide, this is the frequency domain criteria. ഇതാണ് Nyquist അല്ലെങ്കിൽ സീറോ ISI ആവാനുള്ള frequency domain criteria. This summation n is equal to minus infinity to infinity p of f minus n f b is equal to tb എന്ന് പറഞ്ഞതാണ് this zero ISI ആവാനുള്ള frequency domain criteria. And this, the above equation is also called Nyquist pulse shaping criteria for baseband transmission. ഇതായിരുന്നു Nyquist pulse shaping criteria for zero baseband for zero ISI ആവാനുള്ള Nyquist pulse shaping criteria അല്ലെങ്കിൽ for frequency domain criteria for zero ISI. സോ അതിൻ്റെ ഒരു ഐഡിയൽ സൊല്യൂഷൻ നമ്മളിപ്പം ഈ ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അതായത് ഈ ഒരു ഇക്വേഷൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പി ഓഫ് എഫിൻ്റെ വാല്യൂ ഏകദേശം അതായത് ഈ ഒരു ഫംഗ്ഷനുള്ള പി ഓഫ് എഫ് എന്ന ഇതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ പി ഓഫ് എഫ് ആണ് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ. സോ ഈ പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു റെക്ടാങ്കുലർ ഫംഗ്ഷനാണ് നമുക്ക് മുന്നേ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പി ഓഫ് എഫ് എന്ന് പറയുന്നത് 1/fb റെക്ട് ഓഫ് f by fp. ഈ പി ഓഫ് എഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ. സോ ഈ പി ഓഫ് എഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഓഫ് എഫിൻ്റെ ഗ്രാഫ് എങ്ങനെ കിട്ടും, സ്കെച്ച് എങ്ങനെ നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. പി ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FB/2 അല്ലെങ്കിൽ RB/2 എന്ന് നമുക്ക് എഴുതാം. FB or RB. സോ ഇതൊരു റെക്ടാങ്കുലർ ഫംഗ്ഷനായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം അല്ലേ. പി ഓഫ് എഫിന് ഒരു റെക്ടാങ്കുലർ ഫംഗ്ഷനായിട്ട് പ്ലോട്ട് ചെയ്യാം. ഇനി പി ഓഫ് ടിയോ, പി ഓഫ് ടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നതാണെങ്കിൽ പി ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഫംഗ്ഷനായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. കാരണം ഇവിടെ ഇക്വേഷൻ കാണില്ലേ, ഇക്വേഷൻ സിങ്ക് ഫംഗ്ഷനാണ്. ദറ്റ് ഈസ് പി ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിങ്ക് ഓഫ് FBT. ഒരു സിങ്ക് ഫംഗ്ഷനായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ മുന്നേത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തിരി ഓർമ്മിച്ച് വെക്കണം. നെക്സ്റ്റ് നമ്മൾ ഈ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. സോ ഈ ഒരു റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിനകത്ത് ഈ പറഞ്ഞ ഈ Nyquist ക്രൈറ്റീരിയ നമ്മളിപ്പം പറഞ്ഞ ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയ കണ്ടിട്ടുണ്ടായിട്ടില്ലേ. ഫ്രീക്വൻസി ഡൊമൈൻ ക്രൈറ്റീരിയൻ്റെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സമ്മേഷൻ n ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി പി ഓഫ് ആ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിട്ടില്ല. ആ ഇക്വേഷൻ്റെ അകത്തുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഇക്വേഷന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് മീൻസ് ആ ഇക്വേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അതായത് പി ഓഫ് എഫിന് ഒരു പി ഓഫ് എഫ് എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. സോ പി ഓഫ് എഫ് നമ്മൾ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്കെച്ച് നമുക്ക് അൺറിയലൈസബിൾ ആയിരുന്നില്ല. അതായത് ആ ഒരു ഗ്രാഫ് നമുക്ക് ആ ഒരു ഗ്രാഫിൽ നമുക്ക് അൺറിയലൈസബിൾ ആയിട്ടുള്ളൊരു ഗ്രാഫായിരുന്നു അല്ലെങ്കിൽ ഒരു സ്കെച്ച് ആയിരുന്നു ഈ പി ഓഫ് എഫ് തന്നിട്ടുണ്ടായത്. സോ അതായിരുന്നു ഈ പറഞ്ഞ ഈ ഐഡിയൽ സൊല്യൂഷൻ ടു ISIൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വി ഗോ ഫോർ അനദർ സ്പെക്ട്രം ഓഫ് പി ഓഫ് എഫ്. ആ സ്പെക്ട്രമാണ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. സോ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായതാണ്. ആ ഗ്രാഫ് അൺറിയലൈസബിൾ ആണ്. സോ വി ഗോ ഫോർ അനദർ സ്പെക്ട്രം വിച്ച് ഇസ് നോൺ ആസ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. സോ നോക്കുവാണെങ്കിൽ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം ആണ്. സോ ഐഡിയൽ സൊല്യൂഷൻ or although ideal Nyquist channel solves the problem of ISI with minimum bandwidth possible. So ഈ ഐഡിയൽ സൊല്യൂഷനകത്ത് നമുക്ക് മിനിമം ബാൻഡ്വിഡ്ത്ത് പോസിബിൾ വെച്ച് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഐഡിയൽ സൊല്യൂഷൻ്റെ കേസ് മിനിമം ബാൻഡ്വിഡ്ത്തേ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. ഐഡിയൽ കേസിൽ മിനിമം ബാൻഡ്വിഡ്ത്ത് നമുക്ക് ആവശ്യമുണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? ഈ പി ഓഫ് എഫ് നമ്മൾ മുന്നേ ഈ പ്ലോട്ട് ചെയ്ത ഈ പി ഓഫ് എഫ് ഇതായിരുന്നു ഐഡിയൽ സൊല്യൂഷൻ അല്ലേ. RB/2 മൈനസ് RB/2 ഓർ FB/2 എനിത്തിങ്. സോ ഈ പി ഓഫ് എഫിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. That is, P of F is practically unrealizable because P of F has a flat magnitude cara from minus omega to plus omega. അതായത് മൈനസ് ഒമേഗ മുതൽ പ്ലസ് ഒമേഗ വരെ
മൈനസ് ഒമേഗ മുതൽ പ്ലസ് ഒമേഗ വരെ ഈ പി ഓഫ് എഫിന് ഒരു ഫ്ലാറ്റ് മാഗ്നിറ്റ്യൂഡാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അബ്രപ്റ്റ് ട്രാൻസിഷനാണ്. അതായത് ഈ ഒരു പോയിന്റിൽ തന്നെയാണ് ഇതിന് മാക്സിമം വാല്യൂ ഉള്ളത്, ഈ ഒരു പോയിന്റിൽ തന്നെ മിനിമം വാല്യൂ ഉള്ളത്. ഒരു അബ്രപ്റ്റ് ട്രാൻസിഷനുമാണ് ദ എഡ്ജസ്. അതായത് ഈ ആർ ബി ബൈ ടൂലും മൈനസ് ആർ ബി ബൈ ടൂലും ഇതിനൊരു അബ്രപ്റ്റ് ട്രാൻസിഷൻ ഉണ്ട്. So, and it has a flat magnitude carry from minus omega to plus omega. That is minus RB by 2 to plus RB by 2 ഇതിനൊരു ഫ്ലാറ്റ് മാഗ്നിറ്റ്യൂഡ് ക്യാരിയാണ് ഉള്ളത്. അതേപോലെ തന്നെ അതിനൊരു ഈ പറഞ്ഞ പോയിന്റിലും മൈനസ് ഒമേഗയും പ്ലസ് ഒമേഗ പോയിന്റിലും ഇതിനൊരു അബ്രപ്റ്റ് ട്രാൻസിഷനാണ് ഉള്ളത്. സോ ഈ ഒരു പി ഓഫ് എഫിന്റെ ഗ്രാഫ് പ്രാക്ടിക്കലി അൺറിയലൈസബിൾ ആണെന്നാണ് ഫസ്റ്റ് പോയിന്റ്, അതായത് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. ഇനി സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ ഇതിൻ്റെ ഈ പി ഓഫ് എഫിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്ത സമയത്ത് എന്തായിരുന്നു, നമുക്കൊരു സിങ്ക് ഫംഗ്ഷനാണ് കിട്ടി അല്ലേ. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു സിങ്ക് ഫംഗ്ഷനാണ്. സോ ദിസ് പി ഓഫ് ടി ഡിക്രീസസ് ആസ് ടൈം ഇൻക്രീസസ് റിസൾട്ടിങ് ഇൻ എ സ്ലോ റേറ്റ് ഓഫ് ഡീകെ. സോ നമ്മളിപ്പം നേരത്തെ പറഞ്ഞൊരു സിങ്ക് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ റേറ്റ് ഓഫ് ഡീകെ ആണ് ഉള്ളത് ഇതിന്, ഈ പി ഓഫ് ടി. അതായത് ഒരു സിങ്ക് ഫംഗ്ഷൻ ആയിരുന്നു ഈ പറഞ്ഞ ഈ നേരത്തെ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ ഡീകെ ആണ് പി ഓഫ് ടിക്ക് ഉള്ളത്. അതായത് നേരത്തെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എടുത്ത പി ഓഫ് എഫിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുമ്പോൾ നമുക്ക് പി ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു സിങ്ക് ഫംഗ്ഷനാണ്. സോ ആ സിങ്ക് ഫംഗ്ഷൻ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ഓഫ് ടി എന്ന് പറയുന്നത് ഡിക്രീസസ് ആസ് ടൈം ഇൻക്രീസസ്. ഇത് ഒബ്വിയസ്ലി അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ആ ഒരു ഡിക്രീസ് എന്ന് പറയുന്നത്, ആ ഒരു ഡിക്രീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ലോ റേറ്റ് ഓഫ് ഡീകെ ആണ്. സ്ലോ റേറ്റ് ഓഫ് ഡീകെ ആണ് ഈ പി ഓഫ് ടിക്ക് ഉള്ളത്. സോ ഓൾസോ വി മെ നോട്ട് ബി ഏബിൾ ടു സാമ്പിൾ അറ്റ് കറക്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് സാമ്പിൾ ചെയ്യാനും പറ്റത്തില്ല. സോ ദിസ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ISI. സോ ഈ കറക്റ്റ് റേറ്റിൽ തന്നെ നമുക്ക് സാമ്പിൾ അല്ലെങ്കിൽ കറക്റ്റ് ഏരിയയിൽ തന്നെ കറക്റ്റ് റീജിയൻ ഓഫ് ഏരിയയിൽ നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദിസ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ISI. ഇത് കാരണം അവിടെ എന്തുണ്ടാവും, ഒരു സിഗ്നിഫിക്കൻറ്റ് ISI ഉണ്ടാവും. സോ വി ഗോ ഫോർ ദ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ് വി ഗോ ഫോർ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. വി ഗോ ഫോർ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. സോ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എ സെറ്റ് ഓഫ് പൾസസ് ദാറ്റ് സാറ്റിസ്ഫൈ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ. ഈ റേസ്ഡ് കൊസൈൻ പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്ത് പറയാം, ഒരു സെറ്റ് ഓഫ് പൾസസ് ആണ്. സെറ്റ് ഓഫ് pulses that satisfy Nyquist criteria and decay at a faster rate. നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഡീകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പി ഓഫ് ടി നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫാസ്റ്റർ റേറ്റിലാണ് ഡീകെ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ബട്ട് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം റിക്വയർ എ ബാൻഡ്വിഡ്ത്ത് മോർ ദാൻ ആർ ബി ബൈ ടു. നമ്മൾ ഈ പറഞ്ഞ ഈ ഐഡിയൽ കേസിൽ ആർ ബി ബൈ ടു ആണ് ബാൻഡ്വിഡ്ത്ത് എങ്കിൽ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാം. കാരണം ഈ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതായത് പി ഓഫ് ടി എടുക്കുകയാണെങ്കിൽ ഡീകെ അറ്റ് ഫാസ്റ്റർ റേറ്റിൽ ഡീകെ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിന് ഈ ആർ ബി ബൈ ടു ആണ് നമ്മൾ ഐഡിയൽ കേസിലെ ബാൻഡ്വിഡ്ത്ത് എങ്കിൽ ഈ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിന് ഇറ്റ് റിക്വയർ മോർ ദാൻ ആർ ബി ബൈ ടു ആണ്. ബാൻഡ്വിഡ്ത്ത് വിൽ ബി മോർ ദാൻ ആർ ബി ബൈ ടു. സോ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്കെച്ചാണ് നമ്മുടെ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. ഈ കാണിച്ചിരിക്കുന്ന സ്കെച്ചാണ്, ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം. സോ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു അബ്രപ്റ്റ് ട്രാൻസിഷൻ അല്ല, ഒരു ഗ്രാജുവൽ ട്രാൻസിഷനാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. നേരത്തെ കേസിൽ ഐഡിയൽ കേസിൽ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷനാണ് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് ആർ ബി ബൈ ടു ഒരു പോയിന്റ് ഇതാണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒരു എഫ്എക്സ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഏരിയ കൂടെ വരുന്നുണ്ട്. ഈ എക്സ്ട്രാ ഏരിയ വിൽ കോൺട്രിബ്യൂട്ട് ടു മോർ ബാൻഡ്വിഡ്ത്ത്. നേരത്തെ കേസിന് ആർ ബി ബൈ ടു ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേസിൽ എന്തായി, മോർ ദാൻ ആർ ബി ബൈ ടു ആയി ബാൻഡ്വിഡ്ത്ത്. കാരണം ഒരു ഗ്രാജുവൽ അബ്രപ്റ്റ് ട്രാൻസിഷൻ അല്ല, ഗ്രാജുവൽ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. സോ ഒരു റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് പി ഓഫ് എഫ് ഡിക്രീസസ് ടുവേർഡ്സ് സീറോ ഗ്രാജുവലി. സോ ഇതിൻ്റെ ഈ നേരത്തെ കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിൻ്റെ അകത്ത് പി ഓഫ് എഫ് എന്ത് ചെയ്യും, ഇറ്റ് ഡിക്രീസസ് ടുവേർഡ്സ് സീറോയിലേക്ക് ഗ്രാജുവലി ആണ് ഡിക്രീസ് ചെയ്യുന്നത്, നോട്ട് അബ്രപ്റ്റ്ലി ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ കേസ്. ഐഡിയൽ കേസിലെ പോലെയല്ല, ഇത് ഗ്രാജുവൽ ആയിട്ടാണ് ദർ ഇസ് എ ഡിക്രീസ് ആൻഡ് ദർ ഇസ് നോ അബ്രപ്റ്റ് ട്രാൻസിഷൻ. അതാണ് ഈ പി ഓഫ് എഫ് എന്ന്, അത് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിൻ്റെ പി ഓഫ് എഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇനി ഈ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിൻ്റെ പി ഓഫ് എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്കറിയാം ഈ എഫ് എഫ്
മോഡ് എഫ് ലെസ് ദാൻ ആർ ബി ബൈ ടു മൈനസ് എഫ്, ഈ ഒരു റേഞ്ച്, അതായത് ഇതാണ് നമ്മൾ ടി ബി സിക്കലിൽ 1/2 ഒമേഗയാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ ആർ ബി ബൈ ടു മൈനസ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു പോർഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ആർ ബി ബൈ ടു ഇതാണെങ്കിൽ അതിൻ്റെ അകത്ത് എഫ് എക്സ് മൈനസ് ചെയ്യുന്നു. സോ നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന ഏരിയ ഇതാ ഇത്. സോ ഈ ഒരു റീജിയൻ ആണെങ്കിൽ അതിൻ്റെ അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 1/2 ഒമേഗയാണ്. സിൻസ് ടി ബിൻ്റെ വാല്യൂ 1/2 ഒമേഗയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു റീജിയനാണ് എടുക്കുന്നത്. ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് പോർഷനിൻ്റെ റീജിയനുള്ളിൽ ഇക്വേഷനാണ്, ഫ്ലാറ്റ് പോർഷൻ ഇക്വേഷൻ. ഇനി സെക്കൻഡ് നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് നമ്മൾ ഈ ഒരു ഗ്രാജുവൽ റോൾ ഓഫ് ഉള്ള ഏരിയ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് 1/2 ഇൻറ്റു 1 മൈനസ് സൈൻ എഫ് മൈനസ് ആർ ബി ബൈ ടു ഡിവൈഡഡ് ബൈ 2fx. ഇത് ഈ ഗ്രാജുവൽ റോൾ ഓഫ് ഉള്ള അല്ലെങ്കിൽ റോൾ ഓഫ് പോർഷനിലുള്ള ഇക്വേഷനാണ് ഇത്. ഇനിയിപ്പം റോൾ ഓഫ് പോർഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് സീറോ പോർഷൻ. സോ സീറോ പോർഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വാല്യൂ 0 ആണ്. ദാറ്റ് ഇസ് മോഡ് ആർ ബി ബൈ ടു പ്ലസ് എഫ് എക്സിനെ കാട്ടി മേലെയുള്ള വാല്യൂ, ആർ ബി ബൈ ടു പ്ലസ് എഫ് എക്സിനെ കാട്ടി മേലെയുള്ള വാല്യൂ ആണെങ്കിൽ എന്താ, നമുക്ക് അതിൻ്റെ വാല്യൂ ഒബ്വിയസ്ലി 0 ആണ്. സോ 0. സോ ഇതാണ് 3 ഇക്വേഷൻ. സോ ഒരു റേസ്ഡ് കൊസൈൻ സ്പെക്ട്രത്തിന്റെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3 റീജിയൻ ഉണ്ട്. ഒരു ഫ്ലാറ്റ് പോർഷൻ റീജിയൻ ഉണ്ട്, അതേപോലെ തന്നെ റോൾ ഓഫ്, അതായത് ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്, പിന്നെ അതേപോലെ റോൾ ഓഫ് പോർഷൻ ഉണ്ട്, പിന്നെ ഒരു സീറോ പോർഷൻ ഉണ്ട്. സോ ഇതിന് കറസ്പോണ്ടിംഗ്ലി 3 ഇക്വേഷൻസ് ഉണ്ടാവും. Flat corresponding to one for this flat portion, another for this roll off portion, and third for this zero portion. So ഇതിന്റെ ഈ പറഞ്ഞ പി ഓഫ് എഫിന്റെ ഒരു സിങ്ക് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഈ പറഞ്ഞ പി ഓഫ് എഫിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ പി ഓഫ് ടി നമുക്ക് കിട്ടും. സോ അതിന്റെ ഇക്വേഷൻ, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് പൈ ആർ ബി ടി കോസ് പൈ ആർ ബി ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് 4 ആൽഫ സ്ക്വയർ ആർ ബി സ്ക്വയർ ടി സ്ക്വയർ എന്നുള്ളതാണ്. ഇതാണ് ഈ പി ഓഫ് എഫിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ കിട്ടുന്ന പി ഓഫ് ടി. ഇത് ഒബ്വിയസ്ലി ഒരു സിങ്ക് ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. സോ ഇത് നമുക്കിവിടെ കാണാം 4 ആൽഫ സ്ക്വയർ എന്നുള്ളത്. ഈ ആൽഫയാണ് ദിസ് റോൾ ഓഫ് ഫാക്ടർ. ആൽഫ ഇസ് നത്തിങ് ബട്ട് റോൾ ഓഫ് ഫാക്ടർ. ആൽഫയാണ് റോൾ ഓഫ് ഫാക്ടർ. സോ നമ്മൾ ഈ ഒരു സ്പെക്ട്രം വരക്കുകയാണെങ്കിൽ ആൽഫ 0 ആകുന്ന കേസിൽ, അതായത് റോൾ ഓഫ് ഫാക്ടർ ഇല്ല, റോളിംഗ് ഒന്നും നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയാണ്, നമ്മൾ ഒറിജിനൽ ഐഡിയൽ കേസിൽ കിട്ടുന്നതാണ്, അതായത് അബ്രപ്റ്റ് ട്രാൻസിഷൻ, റോൾ ഓഫ് ഒന്നും ഇല്ലാത്ത കേസ്. ഇനി ആൽഫ ഈക്വൽ ടു 1/2 ആകുമ്പോൾ സമയത്ത് എന്താ സംഭവിക്കുക, ആൽഫ ഈക്വൽ ടു 1/2 നമുക്ക് ഈ ഒരു റെഡ് കളർ, ഒരു 1 സെക്കൻഡ്, ആൽഫ ഈക്വൽ ടു 1/2, അതായത് ആൽഫ ഹാഫ് ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഒരു ചെറിയൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു റോൾ ഓഫ് ഉണ്ട്. ആൻഡ് ആൽഫ ഈക്വൽ ടു 1ന്റെ കേസിലോ നല്ലൊരു റോൾ ഓഫ് ഉണ്ട്. ആൽഫ ഈക്വൽ ടു 1ന്റെ കേസിൽ നല്ലൊരു റോൾ ഓഫ് ഉണ്ട്. സോ ഈ ആൽഫ ഈക്വൽ ടു 1 എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ പറയാം ഫുൾ കൊസൈൻ സ്പെക്ട്രം എന്ന് പറയും. ആൽഫ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷന് നമ്മൾ ഫുൾ കൊസൈൻ സ്പെക്ട്രം എന്ന് പറയും. So alpha equal to 0 കേസിൽ there is no abrupt transition as it become ideal case. So ഈ ഒരു റോൾ ഓഫ് ഫാക്ടർ വെച്ചിട്ട് നമുക്ക് 3 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ആൽഫ ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 1/2, ആൽഫ ഈക്വൽ ടു 1. സോ ആൽഫ ഈക്വൽ ടു 0 ഐഡിയൽ കേസും ആൽഫ ഈക്വൽ ടു 1 ഫുൾ കൊസൈൻ സ്പെക്ട്രം എന്ന് നമുക്ക് പറയാം. സോ ബേസിക്കലി ഈ പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം സൈൻ ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ, കൊസൈൻ ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ, ഈ റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പോർഷൻ, അതായത് ഈ കൊസൈൻ വേവിന്റെ ഇത്രയും പോർഷൻ നമ്മളൊരു റേസ് ചെയ്യിപ്പിക്കുന്നതാണ് ബേസിക്കലി. സെക്കൻഡ്, സോ ഇത് നമ്മുടെ സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു 90 ഡിഗ്രി, ഇത് കൊസൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ, സോ നമ്മൾ ഒരു ഇത്രയും പോർഷൻ നമ്മൾ റേസ് ചെയ്യിപ്പിക്കും. ആ റേസ്ഡ് സ്പെക്ട്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയും പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റേസ്ഡ് സ്പെക്ട്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതാണ് റേസ്ഡ് കൊസൈൻ സ്പെക്ട്രം നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഇതിനകത്ത് നമുക്ക് ആൽഫേന്റെ ഇക്വേഷൻ നമുക്ക് കാണാം, അതായത് റോൾ ഓഫ് ഫാക്ടറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്. അത് കുറേ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ എക്സസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, റോൾ ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ it is given by excess bandwidth divided by minimum bandwidth required. Excess bandwidth divided by minimum bandwidth required. So excess bandwidth എന്താ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ മുന്നേ നോക്കുകയാണെങ്കിൽ
എക്സസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എക്സ് അല്ലേ, എഫ് എക്സ് അല്ലേ എക്സസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ അതായത് RB/2 വരെയായിരുന്നു നമ്മൾ ഐഡിയൽ കേസിൽ, അതിനകത്ത് എക്സ്ട്രാ വരുന്ന ടേം എഫ് എക്സ് ആണ്. സോ എഫ് എക്സ് ആണ് എക്സസ് ബാൻഡ് വിഡ്ത്ത്. സോ എക്സസ് ബാൻഡ് വിഡ്ത്ത് എഫ് എക്സും പിന്നെ റിക്വയർഡ് ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ബാൻഡ് വിഡ്ത്ത് RB/2 ആയിരുന്നു. സോ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് ദിസ് റോൾ ഓഫ് ഫാക്ടർ. സോ നമുക്ക് ഇക്വേഷൻ വഴി വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2fx/RB നമുക്ക് കിട്ടാം. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എക്സസ് ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ആൽഫ, ദാറ്റ് ഇസ് റോൾ ഓഫ് ഫാക്ടർ ഇൻറ്റു RB/2 എന്ന് പറയും. സോ ഒരു ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഉള്ള ടോട്ടൽ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ബാൻഡ് ട്രാൻസ്മിഷന്റെ കേസിൽ ദിസ് RB/2 പ്ലസ് എഫ് എക്സ് അല്ലേ, RB/2 പ്ലസ് എഫ് എക്സ് ആണ് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത്. സോ എഫ് എക്സിന്റെ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്തായിട്ട് കിട്ടും? W, ദാറ്റ് ഇസ് RB/2, ഈ RB/2 കോമൺ ആയിട്ട് പുറത്തെടുത്തു, ഇവിടെ ഉള്ളിലുള്ളത് 1 പ്ലസ് ആൽഫ. സോ ഇവിടെ വരുന്ന ഈ RB/2 എന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് W തന്നെയാണ്. സോ W ഇൻറ്റു 1 പ്ലസ് ആൽഫ എന്ന് കിട്ടി. ഇതാണ് ഫോർ ദ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്നുള്ള ഇക്വേഷൻ. സോ ഈ ഒരു ഇക്വേഷൻ കുറേ പ്രോബ്ലത്തിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതായത് ആൽഫ എന്നൊരു ഇക്വേഷൻ, ദാറ്റ് ഇസ് റോൾ ഓഫ് ഫാക്ടറിന്റെ ഇക്വേഷൻ, പിന്നെ അതിൽ നിന്ന് വരുന്ന ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൽഫ ഈക്വൽ ടു 1 ആകുന്ന കേസിൽ നമ്മളിപ്പം ഈ ഇക്വേഷനിൽ ആൽഫ 1 ആകുന്ന കേസിൽ നമുക്ക് എക്സസ് ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ RB/2 ആവും. എക്സസ് ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ RB/2 ആവും. ഇനി ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എ ബൈനറി ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് 56 kilobits per second using a binary PAM system designed to have a raised cosine spectrum. And what is the transmission bandwidth required if the roll of factors alpha is equal to 0.5? So ഇവിടെ തന്നിട്ടുള്ളത് ട്രാൻസ്മിറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് 56 kilobits per second using PAM system ആണ്. സോ W എന്ന് പറയുന്നത് RB തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ തന്നിട്ടുണ്ട്, RB തന്നിട്ടുണ്ട്. സോ W is equal to what? RB/2 ആണ്. സോ RB 56 ആണ് തന്നിട്ടുണ്ട്. Then we will get the W is equal to 28 kilobits per second ആണ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ബാക്കി നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. BT ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ W ഇൻറ്റു 1 പ്ലസ് ആൽഫ ആണ്. സോ Wന്റെ ഇക്വേഷൻ നമുക്കറിയാം 28 kilobits per second, that is 28 into 10⁻³ ആൻഡ് ആൽഫന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.25 ആണ്. സോ W ഇൻറ്റു 1 പ്ലസ് 0.25, ദാറ്റ് ഇസ് 35 into 10⁻³ ദാറ്റ് ഇസ് around 35 kilohertz. 35 kilohertz ആണ് ആൻസർ. സോ ഇതാണ് റേസ്ഡ് കോസൈൻ സ്പെക്ട്രത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തിനാണ് റേസ്ഡ് കോസൈൻ സ്പെക്ട്രം ഉപയോഗിക്കുന്നത്, അതിന്റെ ഗ്രാഫ് എങ്ങനെ, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെ, അത്രയും ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അതായത് റേസ്ഡ് കോസൈൻ സ്പെക്ട്രം എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു പറയുകയാണെങ്കിൽ ഐഡിയൽ നെറ്റ്ലിസ്റ്റ് ചാനലിനകത്ത് ISI കുറക്കാൻ പറ്റും. ബാൻഡ് വിഡ്ത്ത് മിനിമം ആണെങ്കിൽ കൂടി അതിന്, അതായത് ISIന്റെ പ്രോബ്ലം അതിന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ബാൻഡ് വിഡ്ത്തും കുറവാണ് പക്ഷെ കമ്പയർ ടു ദിസ് റേസ്ഡ് കോസൈൻ സ്പെക്ട്രം. പക്ഷെ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ P(f) നോക്കുവാണെങ്കിൽ അതൊരു റെക്ടാങ്കുലർ ഫംഗ്ഷൻ ആണ്, ഒരു അബ്രപ്റ്റ് ട്രാൻസിഷൻ ഉള്ളത്. സോ അത് പ്രാക്ടിക്കലി അൺറിയലൈസബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ സിങ്ക് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ P(t) അതൊരു സിങ്ക് ഫംഗ്ഷൻ ആണ്. സോ ആ സിങ്ക് ഫംഗ്ഷന് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡിഗ്രീസ് അല്ല, ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡിഗ്രീസ് ആണ്, അതായത് സ്ലോ റേറ്റ് ഓഫ് ഡിഗ്രീസ് ആണ്, അവിടെ ഒരു ഫാസ്റ്റ് റേറ്റ് ഓഫ് ഡിഗ്രീസ് അല്ല ആസ് ടൈം ഇൻക്രീസസ്. സോ ഈ ഒരു കാര്യങ്ങൾ. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അൺഎബിൾ ടു സാമ്പിൾ ആണ്. സോ അത് ഒരു സിഗ്നിഫിക്കൻറ്റ് ISI പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ വി ഗോ ഫോർ ദിസ് റേസ്ഡ് കോസൈൻ സ്പെക്ട്രം. സോ റേസ്ഡ് കോസൈൻ സ്പെക്ട്രത്തിനകത്ത് ഈ പറഞ്ഞ ഫാസ്റ്റർ റേറ്റ് ഓഫ് ഡീകേ ഉണ്ട്, അതേപോലെ തന്നെ ഒരു അബ്രപ്റ്റ് ട്രാൻസിഷനും അല്ല. P(f) പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള റോൾ ഓഫ് ടു 0 ആണ്. അതേപോലെ തന്നെ ഒരു വാട്ട് വി ക്യാൻ സേ, അതിൻ്റെ 3 ഇക്വേഷൻസ് ഉണ്ട്. അതിന് 3 പോർഷൻസ് ഓഫ് റീജിയൻ ഉണ്ട്. ഒന്ന് റോൾ ഓഫ് റീജിയൻ ഉണ്ട്, ഒന്ന് ഫ്ലാറ്റ് പോർഷൻ, അത് 0 പോർഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഇക്വേഷൻ ഉണ്ട്. സോ P(f)ന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഒരു സിങ്ക് ഫംഗ്ഷനാണ് കിട്ടുന്നത്. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആൽഫയാണ്. ആൽഫാൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ഫാക്ടർ ആണ്. സോ ആൽഫാൻ്റെ വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് കറസ്പോണ്ട്സ് ടു ഈ ഒരു P(f) ഗ്രാഫ് കറസ്പോണ്ട്സ് ടു ഐഡിയൽ കേസ്. ആൽഫാൻ്റെ വാല്യൂ 1 ആകുന്ന സമയത്ത് നമുക്കറിയാം ഇറ്റ്സ് എ ഫുൾ കോസൈൻ സ്പെക്ട്രം നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ്. പാർഷ്യൽ റെസ്പോൺസ് സിഗ്നൽ. സോ ഇറ്റ്സ് എ ഡിസൈൻ ഓഫ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് കൺട്രോൾ ISI. നമ്മൾ ഇന്റൻഷ്യലി കുറച്ച് അതായത് നമ്മൾ ISIനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്.
അതാണ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നൽ എന്നത്. അതായത് ഇറ്റ്സ് എ ഡിസൈൻ ഓഫ് ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് കൺട്രോൾ ISA. നമ്മൾ സം എമൗണ്ട് ഓഫ് ISI നമ്മളതിൽ ഓക്കെ ആണ്, സം എമൗണ്ട് ഓഫ് ISAക്ക് നമ്മൾ ഓക്കെ ആണ്. അങ്ങനെയുള്ള ട്രാൻസ്മിഷനാണ് പാർഷ്യൽ സിഗ്നൽ റെസ്പോൺസിങ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ഈ പാർഷ്യൽ റെസ്പോൺസ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് suppose that we design a band limited signal to have controlled ISA at one time instant. So നമ്മൾ controlled ആയിട്ടുള്ള ISA ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. That is, we allow one additional non-zero value in the sample xn of t. So xn of t ആണ് നമ്മുടെ സാമ്പിൾ എന്നെങ്കിൽ അതിൽ നമ്മൾ അഡീഷണൽ, അതായത് we allow some additional non-zero values in that sample to be transmitted. അതായത് ഇന്റൻഷനലി നമ്മൾ കുറച്ച് ബിറ്റ് അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ സീറോ നോൺ സീറോ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഇന്റൻഷനലി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് നമ്മൾ സാമ്പിൾ വാല്യൂ ഇല്ലെങ്കിൽ, അതായത് നമുക്ക് ഒറിജിനൽ സിഗ്നൽ ഇല്ലെങ്കിൽ അത് ISA തന്നെയായി മാറും. ഒരു ഇന്റർ സിമ്പിൾ, ഒരു എക്സ്ട്രാ സിമ്പിൾ വന്നിട്ട് അതിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. സോ വി ഡിസൈൻ എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ടു ഹാവ് കൺട്രോൾഡ് ISI at one instant. That is, we allow one additional non-zero value in the sample xn of t. So overall communication system has to be designed such that overall communication system design എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ x of nt എന്ന് പറഞ്ഞാൽ it have two values at n equal to 0 and 1, അതിന് 1 ആണ് വാല്യൂ, അതർവൈസ് elsewhere എല്ലാ കണ്ടീഷനിലും 0 ആണ്. സോ അതിന്റെ zn എടുക്കുകയാണെങ്കിൽ zn is equal to t times x of minus nt ആണ്. x of nt is equal to, ഇതിന് രണ്ട് വാല്യൂസ് ഉള്ളത് 1ഉം 0 at n equal to 0 and 1, and 0 in the case of otherwise or else conditionൽ 0 ആണ്. സോ അതിന്റെ zn എടുക്കുകയാണെങ്കിൽ ഇറ്റ് is t times x of minus nt, t times x of minus nt. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മേൽപ്പറഞ്ഞ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ zന്റെ വാല്യൂ എന്തായി മാറും? അതായത് n-ന് 1ഉം 0ഉം കൊടുക്കുകയാണെങ്കിൽ n-ന് ഇപ്പം നമ്മളിപ്പോൾ 0 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ വാല്യൂ വരിക? n-ന് 0 കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ വാല്യൂ വരിക? n-ന് 0 കൊടുക്കുന്ന സമയത്ത് 0 ആയി മാറും അല്ലേ? n-ന് 0 കൊടുക്കുന്ന സമയത്ത് x of 0 0 ആയി. അത് അല്ല, ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ, n-ന് 0 കൊടുക്കുന്ന കണ്ടീഷൻ കേസിൽ ടിയും n-ന് -1 കൊടുക്കുന്ന സമയത്ത് ടി വാല്യൂസാണ് വരിക. n-ന് ബാക്കി എല്ലാ കണ്ടീഷനിലും 0 വാല്യൂസാണ് വരിക. അതാണ് നമ്മളെ zn. അതാണ് നമ്മളെ zn. ഇനി ഇതിന്റെ z of f എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? z of n f എടുക്കുന്ന സമയത്ത് സമ്മേഷൻ -∞ to infinity zn e raised to j 2pi nft എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം z of f എടുക്കുന്ന സമയത്ത്. സോ ഈ z of f നമുക്ക് എങ്ങനെ മാറ്റിയിട്ട് എഴുതാം? n-ന് രണ്ട് വാല്യൂസ് കൊടുക്കാം, 0ഉം കൊടുക്കുക 1ഉം കൊടുക്കുക. സോ n-ന് 0 കൊടുക്കുന്ന സമയത്ത് എന്താ വരിക? n-ന് 0 കൊടുക്കുന്ന സമയത്ത് വാല്യൂ t ആണ്. n-ന് 0 കൊടുക്കുന്ന സമയത്ത് വാല്യൂ t ആണ്. സോ e raised to 0 എന്ന് പറയുന്നത് 1 ആയി മാറും. ഇനി n-ന് -1 കൊടുക്കുന്ന സമയത്ത് എന്താ വരിക? n-ന് -1 കൊടുക്കുന്ന സമയത്തും വാല്യൂ എന്താ? t ആണ്. സോ t ഇൻറ്റു e raised to -j2pi ft വരും അല്ലേ? സോ നമ്മൾ ഇനി എന്ത് ചെയ്യും? ടിക്ക് 1/2 ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ടിക്ക് 1/2 ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ z of f എന്തായി മാറും? x of f എന്തായി മാറും? x of f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ അകത്ത്, അതായത് z of f-ന്റെ ഇക്വേഷൻ്റെ അകത്ത് t equal to 1/2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഒമേഗ വരും. ഈ 1/2 ഒമേഗ രണ്ട് കേസിലും കോമൺ ആയ സമയത്ത് നമ്മൾ 1/2 ഒമേഗ പുറത്തെടുക്കും. സോ 1/2 ഒമേഗ ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു -j⁻f ബൈ ഒമേഗ. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മോഡ് f ലെസ് ദാൻ ഒമേഗ ആണ്. ആൻഡ് അതർവൈസ് എല്ലാത്ത കണ്ടീഷനിൽ ദ വാല്യൂ ഓഫ് x of f എന്ന് പറഞ്ഞാൽ 0 ആണ്. നെക്സ്റ്റ് ഇതാണ് നമ്മൾ x of f. അതിന്റെ x of t കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക? അതിന്റെ x of t കണ്ടുപിടിക്കുന്ന സമയത്ത് sinc of 2 omega t പ്ലസ് sinc of 2 omega t -1. സോ ഈ ഒരു പൾസിനാണ് നമ്മൾ ഡ്യുവോ ബൈനറി സിഗ്നലിംഗ് എന്ന് പറയാം. ഈ ഒരു പൾസാണ് ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ് എന്ന് പറയാം. ദിസ് പൾസ് ഈസ് കോൾഡ് ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ് എന്ന് പറയാം. ആൻഡ് സ്പെക്ട്രം, ഈ ഡ്യുവോ ബൈനറി സിഗ്നലിന്റെ സ്പെക്ട്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. x of t, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രം. സോ ദിസ് പൾസ് ഈസ് കോൾഡ് ഡ്യുവോ ബൈനറി സിഗ്നൽ പൾസ്. ആൻഡ് ഈ ഒരു സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് സ്പെക്ട്രം ഡിക്കേസ് ടു 0 സ്മൂത്ത്ലി. ഈ ഒരു സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെക്ട്രം ഇറ്റ് ഡിക്കേസ് ടു 0 സ്മൂത്ത്ലി, വിച്ച് മീൻസ് ദാറ്റ് it is physically realizable filter can be designed to approximate the spectrum. That physically realizable filter അല്ലെങ്കിൽ സ്പെക്ട്രം ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. x of t നോക്കുകയാണെങ്കിൽ ഇറ്റ് decays to 0 smoothly. ഇനി ഇതേപോലെ തന്നെ another possibility of x of nt എന്ന് പറഞ്ഞാൽ 3 സാമ്പിൾ വാല്യൂസ് നമ്മൾ എടുക്കും. n equal to -1 1ഉം n equal to
+1 -1 0 otherwise condition. So അതിൻ്റെ എക്സ് ഓഫ് ടിൻ്റെ ഇക്വേഷൻ ആണ് സിങ്ക് ഓഫ് ടി പ്ലസ് ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് സിങ്ക് ഓഫ് ടി മൈനസ് ടി ഡിവൈഡഡ് ബൈ ടി എന്നുള്ളത്. അതിൻ്റെ എക്സ് ഓഫ് എഫ് പ്ലോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഇക്വേഷന് വരിക 1/2 ഒമേഗ e raised to j pi f divided by omega minus e raised to minus j pi f divided by omega. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ mod f less than or equal to omega ആണ് and 0 in the range mod f greater than omega. ഈ ഒരു ഇക്വേഷൻ ഇതിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഡ്യുവോ ബൈനറി സിഗ്നൽ എന്ന് പറയാം. ഈ ഒരു ഇക്വേഷനാണ് മോഡിഫൈഡ് ഡ്യുവോ ബൈനറി സിഗ്നൽ എന്ന് പറയാം. ഇതിൻ്റെ സ്പെക്ട്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ in similar way we can obtain different physically realizable filter. ആദ്യം നമ്മൾ ഡ്യുവോ ബൈനറി സിഗ്നലിലെ റെസ്പോൺസിൻ്റെ ഇക്വേഷൻ കണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് സാമ്പിൾ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഈ മോഡിഫൈഡ് ഡ്യുവോ ബൈനറി സിഗ്നലിലെ പൾസിൻ്റെ സ്പെക്ട്രം കണ്ടു. സോ ഈ ഒരു സിമിലർ വേയിൽ വി ക്യാൻ ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് ഫിസിക്കലി റിയലൈസബിൾ ഫിൽട്ടർ കാര ബൈ ചൂസിങ് ഡിഫറെൻറ്റ് വാല്യൂ ഫോർ ദ സാമ്പിൾ. എക്സ് ഓഫ് എൻ ടിക്ക് നമ്മൾ 2 വാല്യൂസ് ചൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡ്യുവോ ബൈനറി സിഗ്നലിംഗ് കണ്ടു. എക്സ് ഓഫ് എൻ ടിക്ക് 3 വാല്യൂ അതായത് 1 -1 0 ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടു, ഈ മോഡിഫൈഡ് ഡ്യുവോ ബൈനറി സിഗ്നലിംഗ് കണ്ടു. സോ ഈ ഒരു സിമിലർ വേയിൽ എക്സ് ഓഫ് എൻ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറെൻറ്റ് ഫിസിക്കലി റിയലൈസബിൾ ഫിൽട്ടർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. So that class of band limited signals of the form are called partial response signaling. So our type of signaling നമ്മൾ partial response signaling എന്ന് പറയുന്നത്. When അതിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ് ഓഫ് ടിയും അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് ഓഫ് എഫിൻ്റെ ഇക്വേഷൻ. സോ ഈ പാർഷ്യൽ റെസ്പോൺസിങ് സിഗ്നലിംഗ് when controlled ISI is purposely introduced by selecting 2 or more non-zero sample points. So additionally x of n യിൽ 2 or more non-zero sample points ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇൻറ്റൻഷനലി ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ISI ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന റെസ്പോൺസ് സിഗ്നലാണ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് ഈ എക്സ് ഓഫ് എൻ ടി നമ്മളെ സാമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കേസിൽ നമ്മൾ 2 സാമ്പിൾ പോയിന്റ് 2 വാല്യൂസ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസ് ആയിരുന്നു ഡ്യുവോ ബൈനറി സിഗ്നൽ എന്ന് പറഞ്ഞത്. അതിൽ എക്സ് ഓഫ് എൻ ടിക്ക് 3 വാല്യൂ -1 1 0 3 സാമ്പിൾ പോയിന്റ്സ് ഉള്ള സമയത്ത് നമുക്ക് മോഡിഫൈഡ് ഡ്യുവോ ബൈനറി സിഗ്നൽ കിട്ടി. അതേപോലെ തന്നെ 2 2 കൂടുതലോ non-zero സാമ്പിൾ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ്. അതായത് വി ആർ ഇന്റൻഷനലി ആഡിങ് purposely introducing 2 or more non-zero samples to form the set x of n by 2 omega. So partial response signaling equation ആണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ബൈ സമ്മേഷൻ n equal to -infinity to infinity x of n by 2 omega sin 2 pi omega of t minus n by 2 omega divided by 2 pi omega into t minus n by 2 omega. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രം നോക്കുന്ന സമയത്ത് ദിസ് ഇസ് ദ ഇക്വേഷൻ, ദാറ്റ് ഇസ് 1/2 omega summation n tends to -infinity to infinity x of n by 2 omega e raised to minus j n pi f divided by omega. And this is in the range mod f less than or equal to omega ആണ്. And when mod f is greater than omega, x of f ന്റെ വാല്യൂ 0 ആണ്. So ഇതാണ് പാർഷ്യൽ റെസ്പോൺസ് സിഗ്നലിംഗ്.